ഹലോ. ഹലോ. ആ എന്തായി പടം? മാഡം പറയുന്നോടൊന്നും തോന്നില്ലേ? എന്താ പറഞ്ഞോ? ഞാൻ ഈ പടത്തിലെ കോ പ്രൊഡ്യൂസറാ. പറഞ്ഞോളൂ. ഞാൻ 2 കോടി വരെ പടത്തിനകത്തിട്ടത്. ഇപ്പൊ പൈസയും എന്റെ മാനവും പോയ അവസ്ഥയാണ്. എന്തെറ്റി? ഈ പടവും പൊട്ടി. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറഞ്ഞു. മാഡത്തിന് കഴിഞ്ഞ 8 പടവും 8 നില പൊട്ടി. എന്നിട്ട് മാഡത്തെ വെച്ച് 8 കോടിക്ക് പടം പിടിച്ച് വീണ്ടും 8 നില പൊട്ടിക്കാൻ ഏത് പ്രൊഡ്യൂസർ മാഡത്തിനുള്ള മനസ്സിലാവണല്ലോ. അത് പൊട്ടാൻ ചാൻസ് ഇല്ല. ഞാൻ നല്ലോണം അഭിനയിച്ചായിരുന്നു, നല്ല കഥയുമായിരുന്നു. മാഡം അഭിനയിച്ചെന്ന് എന്നോട് പറയരുത്. എപ്പോഴും മാഡത്തിനെ മാഡം എന്നാ വിളിക്കണേ. അതിനെ കൊണ്ട് മാറ്റി വിളിപ്പിക്കരുത്. ഹലോ ഹലോ ഫ്രെഡറിക്. യെസ് മാഡം. അതെ, ഒരു കാര്യം പറയാണ്. എന്ത് പറ്റി മാഡം? ഈ സിനിമ പൊട്ടി. അയ്യോ, ആ പടം പൊട്ടിയോ? പക്ഷെ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു, ഒരു ചെറിയൊരു ഡൗട്ട് തോന്നിയായിരുന്നു. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് എൻ്റെ ആക്ടിങ്ങും നല്ലതായിരുന്നു, നല്ല സ്റ്റോറിയും ആയിരുന്നു. ശരിയാണല്ലോ, നല്ലോണം ഓടേണ്ട ഒരു പടമായിരുന്നു. അതെ, നല്ല സ്ക്രിപ്റ്റ്. പക്ഷെ സ്ക്രിപ്റ്റിങ്ങിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. മാഡം, ഞാനൊരു സജഷൻ പറയട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നല്ല കന്നഡയിലേക്ക്. ഞാൻ ഈ ഫീൽഡ് തന്നെ വിട്ടാലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ പറയണ്ട മാഡം, മാഡം നല്ല എക്സ്പീരിയൻസ് ഉള്ളല്ലേ. കന്നഡയെ പിടിക്കാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ അവിടെ ആയിരുന്നല്ലോ. നോക്കാം, അപ്പൊ കന്നഡ നോക്കാം. അതെ, മലയാളം വിടാനാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പോൾ നീ ഒരു ഐഡിയ ചെയ്യും. ഇന്ന് തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോ, നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോവാം. ഓക്കെ, നമുക്ക് ഇന്ന് തന്നെ ബുക്ക് ചെയ്യാം. ഓക്കെ. എടാ സുബുവേ. പറമോനെ. എടാ, ഞാൻ വിളിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സീരിയസ് മാറ്റർ പറയാൻ വേണ്ടി വിളിച്ചാണ്. കോമഡി ആയിരിക്കും, നീ പറഞ്ഞോ. എന്നാ കോമഡിയാണ്, കേട്ടോ. നീ പറ. നമ്മള് അന്ന് മീറ്റ് ചെയ്തൊരു നടിയില്ലടാ. എടാ, ഞാൻ ഓരോ ദിവസം ഓരോ നടിമാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതാണെന്ന് നീ കൃത്യമായിട്ട് പറ. അല്ല, നിന്നെ പോലെ ഇങ്ങനെ ഒരു നടിയെ മാത്രം കൊണ്ടു നടക്കുമല്ലേ. ഞാനിങ്ങനെ പടർന്ന് പന്തലിച്ചൊരു വടവൃക്ഷമായി നിൽക്കും. എടാ, നമ്മള് തമ്മിൽ ക്ലാഷ് ആയ ഒരു നടിയില്ലേ കഴിഞ്ഞ ദിവസം മീറ്റ് ചെയ്തത്? ഞാൻ ഓർക്കുന്നു. പുള്ളിക്കാരി ഒന്നുകൂടെ മീറ്റ് ചെയ്യണം. എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ സ്ക്രിപ്റ്റ് ഓൾറെഡി പറഞ്ഞത് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഞാൻ പിന്നെ അത് ഒന്നുകൂടെ ഒന്ന് സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഏത് സിനിമയിൽ അടിച്ചു മാറ്റിയതാ? എടാ, നീ അപ്പം നിന്നാ പോരെ, കുഴിയണേണ്ട കാര്യമുണ്ടോ? ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടിരിക്കും. നിന്നെ പോലെ അല്ല, ഞാൻ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാണ്ടോ ഞാനത് നടത്തിയെടുത്തിരിക്കും. പിന്നെ ഞാൻ നിന്നെ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇനി ഇതിന്റെ ഇടയ്ക്ക് നിന്ന് കുളവാക്കാൻ നിൽക്കരുത്. കാരണം ഞാനിതെല്ലാം വിളിച്ച് ഒരു വിധത്തിൽ സെറ്റാക്കി വെക്കുക. രക്ഷപ്പെടാനാണെങ്കിൽ ഇതേ ഉള്ള ഒരു ചാൻസ്. അപ്പൊ നീ വലിയ ആള്, നമ്മളെ ഒന്നും വേണ്ട. എടാ, ഞാൻ നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യങ്ങൾ വിളിച്ച് പറയുന്നത്. നിന്നെ പോലെ അല്ല. നീ ആണെങ്കിൽ ഒരു കാര്യം പറയാ, നീ അങ്ങ് എടുത്ത് ആടി പോകും. ഞാൻ അങ്ങനെയാണോ ചെയ്യുന്നത്? തെറ്റിന്റെ ചെറിയ കാര്യമൊന്നുമല്ല, പക്ഷെ എന്നെ വിളിക്കാതെ നീ പോകുന്നത് മോശമല്ലേ? നമ്മൾ രണ്ടുപേരും കൂടെ പോയിട്ടാണ് അന്നത്തെ അവസ്ഥ എനിക്ക് അറിയാലോ. നീ എന്തെങ്കിലും ചെയ്യും, രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടും. ശരി, ഞാൻ വിളിക്കാം ഇതൊക്കെ കഴിഞ്ഞിട്ട്. എടാ, ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ താടാ. എന്തുവാ നീ ഇത് ഇങ്ങനെ? ഓൾ ദി ബെസ്റ്റ്. ശരി എന്നാ വിളിക്കാൻ പോയാ എന്നെ പറഞ്ഞ. മാഡമില്ലേ അത്? ആരാ, എന്ത് വേണം? ഞാൻ നളിനാക്ഷൻ. മാഡത്തിനോടൊന്ന് മാഡത്തിനെ കാണാൻ വേണ്ടി. പറ്റില്ല, മാഡത്തിനൊന്നും കാണാൻ പറ്റില്ല. മാഡം തിരക്കാണല്ലോ. എന്റെ പേര് പറഞ്ഞാൽ മതി, നളിനാക്ഷൻ. നിങ്ങളാണോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സുഹൃത്തുമായിട്ട് വന്നിട്ട് മാഡത്തിന് എന്താ കള്ളം പറഞ്ഞ എന്താ സ്ക്രിപ്റ്റ് പറയാൻ വേണ്ടി നോക്കിയത്? അങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കും. അത് പറ്റില്ല. മാഡം തിരക്കാം. അപ്പൊ മാഡം ഒരു പടമൊക്കെ ഇപ്പൊ റിലീസായിട്ട് മാഡം അതിന്റെ ടെൻഷനിലിരിക്കുന്ന. പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ എനിക്കറിയാം. പിന്നെ അതല്ല, അതായത് ഈ സ്ക്രിപ്റ്റ് മാഡത്തിന് ഇഷ്ടപ്പെട്ടതാണ് നേരത്തെ തന്നെ. എന്റെ ചെറിയൊരു ഇഷ്യൂ വന്നുകൊണ്ടാണ്. പക്ഷെ മാഡത്തിന് ഇപ്പൊ ഒരു അനുകൂല സാഹചര്യമുണ്ട്. അല്ല, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ മാഡം തിരക്കാണ്. ഇപ്പൊ പറ്റൂല. അല്ല, ജസ്റ്റ് ഈ കഥയൊന്ന് കേൾപ്പിച്ചാൽ പറ്റൂല. നിങ്ങളോട് 100 വട്ടം പറഞ്ഞില്ലേ മാഡത്തിന് തിരക്കാണ്. മാഡം ഇപ്പൊ വേറെ ബിസിയിലാണ്. അല്ല, ബിസിയാണ്, അതറിയാം. അതുകൊണ്ട് മാഡം ഞാൻ എവിടെയോ കണ്ട പോലെ ഉണ്ടല്ലോ. അല്ല, അന്ന് നമ്മള് സ്റ്റോറി പറഞ്ഞില്ലായിരുന്നു? അന്ന് മാഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ഇല്ലായിരുന്നു? കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പറ്റിച്ചതല്ലേ? അല്ല, അത് ചെറിയൊരു
ಕತೆನೂ ಕೇಳ್ಬೇಡ ಏನೂ ಕೇಳ್ಬೇಡ, ಸುಮ್ನೆ ಹೋಗಿ. നിങ്ങൾ ഇറങ്ങിക്ക. മാഡം പറഞ്ഞു കേട്ടില്ലേ? എന്താ പറഞ്ഞു? നിങ്ങളോട് എന്തോ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിക്ക. അതല്ല മാഡം, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ ഞാൻ ഒരു 100 വട്ടം ടെൻഷനിലാണ്. മാഡത്തിന്റെ എല്ലാ ടെൻഷനും വേണ്ട മാറാനുള്ള വേണ്ട പോ. നിങ്ങളോട് ഇറങ്ങാൻ. അതല്ല ഇത്. പിന്നെ മാഡം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? അല്ല അങ്ങനല്ല, ഇതൊന്ന് കേട്ട് നോക്ക്. എനിക്ക് കേൾക്കാം. ഒരവസരം. മാഡം സുഹൃത്തെ, മാഡം വേറൊരു മൂഡിലാണ്. മാഡത്തിന്റെ ഒരു മൂവി ഒക്കെ റിലീസായിട്ട് അതിന്റെ ഒരു ഇതിലാണുള്ളത്. എനിക്കറിയാം, റിലീസായിട്ട് അത് പരാജയപ്പെട്ടു. അതിന്റെ കാരണം എനിക്കറിയാം. മാർക്കറ്റിങ്ങിനും എനിക്ക് നല്ല പിടിയുണ്ട്. മാഡത്തിന്റെ ഇപ്പോഴത്തെ സ്റ്റാർഡം മാഡത്തിന് കൂട്ടിയെടുക്കണോ? എടുക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. കാരണം ഞാൻ ഒരുപാട് സെലിബ്രിറ്റികളാക്കിയിട്ടുള്ള ആളാണ്. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ. സ്റ്റാർഡം നിലനിർത്താനുള്ള മാർഗങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ മാഡം ഞാൻ ഈ കാര്യം പറയുന്നത്. ഞാൻ അങ്ങനെ തമാശ പറയാൻ തോന്നുന്നുണ്ടോ? അന്നത്തെ കാര്യം വിട്. അന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പ്രോബ്ലമാണ്. ಓಕೆ ನಾ ಕ್ಷಮಿಸಿದ್ದೀನಿ. ಕೇಳುವ ಕತೆ ಕೇಳೋದು. പക്ഷേ ഇത് വർക്കൗട്ട് ആക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ഇരുന്ന് സംസാരിച്ചാലേ അതിന്റെ കാര്യങ്ങൾ വ്യക്തമാകും. ലേലുല്ലു അല്ല, മനസ്സിലായോ? മനസ്സിലായി. എന്നാ നമുക്ക് അകത്തിരുന്ന് സംസാരിച്ചാലോ? ആ വാ. എങ്ങനെ വേണം മാഡം, നമ്മുടെ ഈ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷൻ സ്റ്റോറിയാണ്. ഒരു ലേഡി ക്യാരക്ടർ ആക്ഷൻ സ്റ്റോറിയാണ്. മൊത്തം ഇടിയ പാടത്തൊക്കെ കിടന്ന് ചെളിയിൽ ഊരിട്ടുള്ള മാന്യ സീനൊക്കെയുണ്ട്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം എൻ്റെ സിനിമ പൊട്ടിയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഈ മലയാളം ഇൻഡസ്ട്രി വിട്ടിട്ട് ഞാൻ എൻ്റെ കന്നഡ ഇൻഡസ്ട്രിയിൽ പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. എൻ്റെ പൊന്നു ಏನು ಸರಿ ಆಗ್ತಾ ಇಲ್ಲ, ಸ್ಟೋರಿ ಸರಿ ಆಗ್ತಾ ಇಲ್ಲ, ನಾವು ಮಾಡಿರೋ ആക്ടിങ്ങും ശരിയാകത്തില്ല, എല്ലാം പൊട്ടിരിക്കുക. അതിനെക്കുറിച്ചൊന്നും മാഡം ഇപ്പം വിചാരിക്കണ്ട. അതായത് ഇപ്പം മലയാള സിനിമയിൽ നിന്ന് ഇപ്പം മാഡം മാറിയെന്ന് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഒരു തീരാത്ത നഷ്ടം തന്നെയായിരിക്കും. ഇഷ്ടപ്പെടുന്നില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഞാൻ അതൊക്കെ ശരിയാവുന്നേ. ഇതേപോലെയുള്ള ഒരു നല്ലൊരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാവും. എനിക്ക് ഈ പറഞ്ഞുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മാഡത്തിന് ഇവിടെ നിന്ന് എങ്ങോട്ടും പോകേണ്ടി വരത്തില്ല. ഇവിടെ നിന്ന് തന്നെ പടം അങ്ങോട്ടൊക്കെ മാർക്കറ്റ് ചെയ്തോളൂ. ശരിയാകല്ല. എന്നെ വിശ്വസിക്കും മാഡം. എന്റെ കഴിവുള്ള ഇത് എത്ര നാളുകൊണ്ട് ഉറക്കളിച്ചെഴുതിയ സ്ക്രിപ്റ്റാ. മാഡം ഒന്ന് വായിച്ചു നോക്ക്. അത് വിഷയം ಗೊತ್ತಾ? വിഷയം എന്താന്ന് വെച്ചാൽ ആരും എന്നെ റെക്കഗ്നൈസ് ಮಾಡ್ತಿಲ್ಲ. ചെയ്യുന്നില്ല. മനസ്സിലായോ? അതിന്റെ ഒരു കാര്യം എന്താണെന്നറിയോ? മാഡത്തിന്റെ PR ശരിയല്ല. ആരാ? ഫെഡ്രിയോ? അത് PA. ഓക്കെ. ഇത് PR, പ്രമോഷൻ. അത് ശരിയല്ല. പ്രമോഷൻ ശരിയല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിപ്പോ എന്താ ചെയ്യണ്ടേ? അതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണമെങ്കിൽ മെയിൻലി ആൾക്കാർ നോട്ടീസ് ചെയ്യണം. മനസ്സിലായി. പാവങ്ങളെ സഹായിക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്തൊക്കെ സാഹസികതകളൊക്കെ ചെയ്യണം. അതൊക്കെ പാടാം, റിസ്ക്. അതൊക്കെ ഒരു കാര്യം ചെയ്യും, ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള കുറച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്നേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ. അതിപ്പോ എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും പാവങ്ങളെ കണ്ടുപിടിച്ചിട്ടങ്ങ് ഹെൽപ്പ് ചെയ്യാം. പിന്നെ അവർക്ക് നമ്മൾ സാമ്പത്തികം കൊടുക്കേണ്ടി വരും. പ്രോബ്ലം ഇല്ല, പ്രശ്നമല്ല. അപ്പൊ നമുക്ക് ക്യാമറമാൻ, എഡിറ്റിങ്, പിന്നെ കുറച്ച് മീഡിയാസിനെയൊക്കെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് അതിൻ്റെയൊക്കെ കുറച്ച് കാശ് പൊട്ടും. അല്ല അതല്ല മാഡം, അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അറേഞ്ച് ചെയ്തോളാം. പക്ഷെ ഈ സിനിമ ചെയ്യാനുള്ള ഒരു അവസരം അതെനിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ മാഡത്തിന് ഈ മലയാള സിനിമയിൽ നിന്നും പിന്നോട്ട് പോവേണ്ടിയേ വരത്തില്ല. ഇവിടെ താരറാണിയായിട്ട് എല്ലാ കാലവും നിൽക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റും. അതിഷ്ടായി. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ട് എല്ലാം സെറ്റ് ചെയ്താൽ മാഡം ഇതിനൊന്ന് നിന്ന് തന്നാൽ മതി. ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഓക്കെ. ആ